ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യകതകളെ കുറിച്ച് സംസാരിക്കാനാണ്. നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളാക്കി മാറ്റിയത് അവരുടെ പല കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും കൊണ്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളും എന്തെങ്കിലും ചെയ്യാം. നമ്മുടെ കേരളത്തിലെ പല വീടുകളിലേക്ക് നോക്കിയാൽ മുതിർന്നവരാണ് കൂടുതലും. നമ്മൾ മക്കളോ പഠനത്തിനും ജോലിക്കുമായി പല നാടുകളിലും. അവർക്ക് പെട്ടെന്നൊരു എമർജൻസി വന്നാൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാതിരിക്കരുത്. ഹോസ്പിറ്റൽ എക്സ്പെൻസ് ദിനം പ്രതി കൂടിക്കൊണ്ടേ. ഇപ്പോൾ മാറേണ്ടത് നമ്മളാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ആർഭാടങ്ങളിൽ ജീവിക്കുമ്പോഴും ഇൻവെസ്റ്റ്മെന്റിനായി പണം കരുതി വെക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ഞാനൊരു നേഴ്സാണ്, കാത്ത് ലാബ് നേഴ്സ്. എമർജൻസിയായും അല്ലാതെയും ഒരുപാട് ഹാർട്ട് പേഷ്യൻസ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വരുന്നു, ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. നമ്മളും നമ്മുടെ കുട്ടികളും ജീവിക്കേണ്ട പൈസ നമ്മൾ ഒന്നും അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും. അതോടൊപ്പം തന്നെ വേണ്ട പണമില്ലാതെ ഈ ടെസ്റ്റുകൾ ഒന്നും ചെയ്യാൻ കഴിയാതെ തിരിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലാണ് പലരും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അവർ വിളിക്കും, പക്ഷെ അപ്പോഴത്തേക്കും നമ്മുടെ അവസരം നഷ്ടമായി കഴിഞ്ഞിരിക്കും. എന്നാൽ ഇതൊന്നുമല്ല എൻ്റെ ഉദ്ദേശം. രോഗം വന്നിട്ട് എടുക്കാനുള്ളതല്ല, രോഗം വരുന്നതിനേക്കാൾ മുൻപ് ഒരു മുൻകരുതലായി എടുക്കേണ്ട ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ സമ്പാദ്യങ്ങളും വരുമാന സ്രോതസ്സുകളും നമുക്ക് നഷ്ടമായേക്കാം. ചിലപ്പോൾ അത് നമ്മുടെ ഭൂമിയാകട്ടെ, നമ്മുടെ വണ്ടിയാവട്ടെ, നമ്മുടെ സ്വർണമാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്ന ഭവനം വരെ ആകാം. അങ്ങനെ നാം ചിന്തിക്കാത്ത നഷ്ടങ്ങൾ ഇന്നോ നാളെയോ നമ്മളെ ഓരോരുത്തരും തേടിയെത്താം. പലർക്കും ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചില കുറ്റബോധങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ പേരൻസിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും കൊടുക്കാൻ കഴിയാതെ വരുന്ന ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ക്യാഷ് ഇല്ലാത്തത് മൂലം. നിങ്ങളെല്ലാം യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം കാണുന്നവരല്ലേ? അതിലൊക്കെ ചില QR കോഡ് വെച്ച് ചികിത്സയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചോദിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ചിലതൊക്കെ നമ്മുടെ കണ്ണ് നനയിക്കുന്നുണ്ടാവാം. നാളെ അതിനു പകരം നമ്മളോ നമ്മുടെ അരസതയോ ആവരുത്. ഇപ്പോൾ ഒരു പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ OP ഡോക്ടറിനെ കാണാൻ ചെന്നാലും മിനിമം ഒരു 5000 രൂപയെങ്കിലും ആവും. ഇത് ഞാൻ വെറുതെ പറയുന്നല്ലോ, നിങ്ങൾക്കും അനുഭവം ഉണ്ടായേക്കാം. എന്നാൽ ഒരു ചുമ വന്നാലോ എക്സ്റേ, കഫത്തിന്റെ ടെസ്റ്റ്, കൾച്ചർ, TB ടെസ്റ്റ്, അങ്ങനെ നീളും ലിസ്റ്റ്. അതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലോ CT സ്കാനിന് സജസ്റ്റ് ചെയ്യും. മിനിമം ഒരു 4800 രൂപയെങ്കിലും ആവും ഒരു CT എടുക്കും. തീർന്നില്ല, ഇനിയുണ്ട്. ഇതിന് പിന്നാലെ വരുന്ന ബ്രോങ്കോസ്കോപ്പി പോലെ ടെസ്റ്റുകളായിരിക്കും. അത് ചെയ്യുമ്പോൾ മിനിമം ഒരു 10000 രൂപയെങ്കിലും ആകും. 10 രൂപ എന്ന് പറയുന്ന ലാഘവത്തോടെ അവർ നമ്മളോട് 10000 രൂപ എന്ന് പറയും. ഒരു പക്ഷേ ഇതൊക്കെ രോഗങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരുന്ന ടെസ്റ്റുകളാകാം. അതൊക്കെ അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. എന്നാൽ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റിന് വേണ്ടി എല്ലാം നിന്നു കൊടുക്കാം, അഡ്മിറ്റ് ആകാം. തുടർന്ന് വരുന്ന ടെസ്റ്റുകളെല്ലാം ഇൻഷുറൻസിൽ പൊക്കോളും. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ലാഘവത്തോടെ എടുക്കാനായിരിക്കും തോന്നുന്നത്. പക്ഷേ അനുഭവങ്ങളാണല്ലോ പല അറിവുകളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും നാളും പൊന്നുപോലെ നോക്കിയ നമ്മുടെ പേരൻസ്, അവർ നമുക്ക് നൽകിയ കരുതൽ, ആ കരുതൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അവസരം. ഒപ്പം തന്നെ നമ്മൾ ഇത്രയും നാളുണ്ടാക്കിയ സമ്പാദ്യവും നമ്മുടെ സമാധാനവും എവിടെയെങ്കിലും വെച്ച് നമുക്ക് നഷ്ടമാകാതിരിക്കാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിളിക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ബൈ.